നമസ്കാരം പ്രിയമുള്ളവരെ, രതീഷ് ജാലമനയാണ്. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എംബ്രാന്തിരി ക്ഷേമസഭയുടെ ആസ്ഥാന മന്ദിരത്തിലെ പട്ടാമ്പിയിലെ അവിടെ ശാരദാ പൂജ ആയിരുന്നു ഇന്നലെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളോട് ഞാൻ ഇന്ന് നിങ്ങളോട് വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. സരസ്വതി ദേവിയുടെ ഈ നവരാത്രിയിലെ സരസ്വതി ദേവിയുടെ നമ്മൾ ദുർഗയായിട്ടും ലക്ഷ്മിയായിട്ടും സരസ്വതി ആയിട്ടൊക്കെ പൂജിക്കുന്ന എംബ്രാന്തിരിമാരുടെ പരദേവതയായിട്ടുള്ള ദുർഗാദേവിയുടെ ഗംഭീരമായിട്ടുള്ളൊരു പൂജ എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. രാവിലെ 10:30 ബ്രഹ്മശ്രീ അണ്ടലാടി മനക്കൽ നാരായണ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിച്ചിട്ട് ചടങ്ങുകൾക്കൊക്കെ തുടക്കമായി. അവിടെ പങ്കെടുത്തിട്ടുള്ള ഓരോരുത്തരുടെയും സാന്നിധ്യം കൊണ്ടും അതുപോലെ തന്നെ മനസ്സുകൊണ്ടൊക്കെ ഗംഭീരമായിട്ടുള്ള ഒരു ഭക്തി നിർഭരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ആയിരുന്നു അവിടെ ഇന്നലെ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഒരു പൂജ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു പറയുമ്പോൾ മന്ത്രങ്ങൾ കൊണ്ടും അലങ്കാരം കൊണ്ടും പങ്കാളിത്തം കൊണ്ടും ഭക്തരുടെ മനസ്സ് നിറയ്ക്കാൻ ആ പൂജയിലൂടെ സംഘാടകർക്ക് സാധിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. പൂജകൾക്ക് അതുപോലെ ലളിതാ സഹസ്രനാമം ചൊല്ലിക്കൊടുക്കാനൊക്കെ ശ്രീ വാസുദേവപുര മഠം DS രാജേഷ് എംബ്രാന്തിരി, കണ്ണാട്ട് ശിവൻ എംബ്രാന്തിരി, ശ്രീ വാടാനാംകുശി രാജേഷ് എംബ്രാന്തിരി എന്നിവരൊക്കെ അവരാണ് കാർമ്മികത്വം വഹിച്ചത്. പൂജയുടെ ആ പൂജാവേളയിലെ പാങ്ങമഠത്തിലെ ഉണ്ണികൃഷ്ണൻ എംബ്രാന്തിരിയുടെ മനോഹരമായിട്ടുള്ള അഷ്ടപതി ഉണ്ടായി. ഇനി ആരെങ്കിലുമൊക്കെ വിട്ടുപോയോന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ അവർ ക്ഷമിക്കണം. എംബ്രാന്തിരി ക്ഷേമസഭയുടെ ആ ഭാരവാഹികളുടെ, അത് വനിതകളാണെങ്കിലും സെക്രട്ടറി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാ ഭാരവാഹികളുടെയും നിർലോഭമായിട്ടുള്ള ആ ഒരു സഹകരണം, അവരുടെ ആ ഒരു നേതൃത്വം, അത് ആ ഒരു ചടങ്ങ് അത്യധികം ഗംഭീരമാക്കി എന്ന് തന്നെ പറയാം. ബാക്കി നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടു നോക്കും. स्वस्ति पूषा असुरो दधातुनः स्वस्ति द्यावा पृथिवी सुचेतुना स्वस्तये वायुमुपद्रवामहै सोमं स्वस्ति भुवनस्य यस्पति बृहस्पतिं सत्त्वगणं स्वस्तये स्वस्तय आदित्यासो भवन्तु नः विश्वे देवानो अद्याः स्वस्तये वैश्वानरो वसुरश्मि स्वस्तये देवाः अवन्द्रभव स्वस्तये स्वस्ति नो रुद्र पात्वं हसाः श्री कृष्णाभ्य भगवतो महापुरुषस्य वासुदेवस्य विष्णो आज्ञया प्रवर्तमानस्य अद्य ब्रह्मणो द्वितीयवरान्ते मन्वन्तरे कलियुगे प्रथमवादे वाणी देवी सुनीलवेणी सुभगे वीणारवं कैतोळां वाणी वैभवमोहिनी त्रिजगदां नाथे विरिञ्जप्रिये वाणी ദോഷമശേഷമാശുകളവാനെന്നാവിലാത്താതരം വാണിടേണമതിന്നു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. നമ്മുടെ കുങ്കുമാർച്ചന
ആരംഭിക്കുകയാണ്. നമ്മൾ ഈ യജ്ഞം ആരംഭിക്കുന്നതിന് മുന്നേ ആയിട്ടുള്ള സങ്കല്പ ആരാധന അല്ലെങ്കിൽ സങ്കല്പ സമാരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ള പുഷ്പമാണ് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ബഹുമാനനായ ആചാര്യൻ അദ്ദേഹം സങ്കല്പം ചൊല്ലിത്തരും. നമ്മൾ പരദേശ ബ്രാഹ്മണ സമ്പ്രദായത്തില് നമ്മുടെ ഇമ്രാന്തിമാരില് സങ്കല്പ ആരാധനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ആ സങ്കല്പ സമ്പ്രദായത്തില് അല്ലെങ്കിൽ സങ്കല്പ ആരാധനയിൽ നമ്മൾ എല്ലാ യജ്ഞങ്ങളും ആരംഭിക്കണം എന്നാണ് ആചാര്യന്മാര് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ കയ്യിലൊക്കെ പൂ തന്നിട്ടുള്ളത്. ആ പുഷ്പങ്ങളെ കൊണ്ട് സങ്കല്പം എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ അറിയിക്കുക എന്നുള്ള സങ്കല്പത്തിലാണ്. ആ മന്ത്രങ്ങളെ കൊണ്ട് നമ്മുടെ മുന്നിലുള്ള വിളക്കിലേക്ക് അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ അർച്ചിക്കുന്നത്, പ്രതലത്തിലാണെങ്കിലും തണ്ടുലത്തിലാണെങ്കിലും ഉപാധിയിലാണെങ്കിലും ആ സ്ഥലത്തേക്ക് ആ ദേവീ ചൈതന്യത്തെ ആവാഹിക്കുക എന്നുള്ള സങ്കല്പത്തിലാണ് സങ്കല്പ മന്ത്രങ്ങളെ കൊണ്ട് പുഷ്പം ആരാധിക്കുന്നത്. പുഷ്പമായിട്ടും അക്ഷരമായിട്ടും പതിവുണ്ട്. ജലഗന്ധ പുഷ്പദീപങ്ങളെല്ലാം ദേവീദേവന്മാർക്ക് പ്രധാനമായ അർപ്പണങ്ങളാണ്. അതിൽ ആ പുഷ്പം വന്നത് സങ്കല്പത്തിന് ശേഷം നിങ്ങളുടെ വലത് ഭാഗത്തുള്ള നാക്കലയുടെ മുകൾ ഭാഗത്തായിട്ട് അർച്ചിക്കുക. ആയിട്ടില് പറഞ്ഞതിന് ശേഷം എല്ലാവരും വലത് ഭാഗത്തുള്ള നാക്കലയുടെ മുകൾ ഭാഗത്ത് ആ പുഷ്പം അർച്ചിച്ചോളൂ എന്ന് പറഞ്ഞതിന് ശേഷം അർച്ചിക്കുക. അതുവരേക്ക് ഇവിടെ ചെല്ലുന്ന അല്ലെങ്കിൽ ജപിക്കുന്ന ആ സങ്കല്പ മന്ത്രങ്ങളെ കൊണ്ടും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ആദികേശങ്ങളും കേശാദിപാദങ്ങളും വർണ്ണിക്കുന്ന മന്ത്രങ്ങളും വിട്ട് നമ്മൾ ഓരോ അർച്ചനകളും വർണ്ണിക്കുന്ന സൗമ്യ
നമസ്തേ. കെട്ടി ചിത്രച്ചീലമ്പടിഞ്ഞ ചന്തമോടനുടയ ചാരവേ വന്നിടേണം ചമ്പട്ടൂട്ടൂത്തു കെട്ടി ചിത്രച്ചീലമ്പടിഞ്ഞോടനുടയ ചാരവേ വന്നിടേണം ചഞ്ചല മാനസത്തിൽ ചിന്തകൾ വളർത്താതെ ചിത്തേ നീ വന്നണയൂ ചന്ദ്രസാമാനമൂകി ചഞ്ചല മാനസത്തിൽ ചിന്തകൾ വളർത്താതെ ചിത്തേ നീ വന്നണയൂ ചന്ദ്രസാമാനമൂകി ദേവി ദേവി ആ സിന്ദൂരമണിഞ്ഞെത്തി രൗദ്രമാഭാവമോടെ സിന്ദൂരമണിഞ്ഞെത്തി രൗദ്രമാഭാവമോടെ സന്ധ്യതൻ പ്രഭയുള്ള സാധികേ സർവേശ്വരി സിന്ദൂരമണിഞ്ഞെത്തി രൗദ്രമാഭാവമോടെ സന്ധ്യതൻ പ്രഭയുള്ള സാധികേ സർവേശ്വരി സൽകുലനാഥേ ഭദ്രേ രുദ്രസുതയാം ദേവി സാദരം ചൊല്ലിടുന്നു സൽചരിതങ്ങളെല്ലാം സാദരം ചൊല്ലിടുന്നു സൽചരിതങ്ങളെല്ലാം അമ്മേ ദേവി